ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ECRP എലൈറ്റ് സിറ്റിയിൽ എങ്ങനെ വൈൽഡ് ലിസ്റ്റ് എടുക്കാം, വെരിഫൈ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പ് RP നല്ല രീതിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ECRP കയറിയാൽ മതി. നല്ല കിടിലം സർവറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റാഫിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെ വൈൽഡ് ലിസ്റ്റ് എടുക്കാനുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾ നേരെ DC കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എസ്സോറിനെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ BGMI FIFA കളിച്ചെന്ന് ചോദിക്കും. അപ്പം ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു സർവർ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഫിനിഷ് കൊടുക്കുക. എന്നിട്ട് നേരെ നിങ്ങൾ ഡിസ്കോർഡോട് ജോയിൻ ആവും. അവിടെ നിങ്ങൾക്ക് റോൾ പ്ലേ റൂൾസ്, റോബറി റൂൾസ്, ഡിസ്കോർഡ് റൂൾസ്, അങ്ങനെ കുറച്ച് റൂൾസിൻ്റെ ചാനൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പോലീസ് റൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ RP റൂൾസ് എടുത്തിട്ട് നിങ്ങൾ ആ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളവിടെ അൺവൈൽഡ് സ്റ്റാറ്റിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും അഡ്മിനിസ്ട്രേഷൻ്റെ റൂള് അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിടുക. എന്നിട്ട് വൈൽഡ് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരെ VCയിലോട്ട് ജോയിൻ ആകാൻ പറയും. അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ നേരെ അടിയിലുള്ളൊരു ചാനലുണ്ട്, ഇൻ്റർവ്യൂ കോളിംഗ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. ആ ചാനലിൽ മെസ്സേജ് ഇടും കയറാനും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. അപ്പം ഞാനവിടെ വൈൽഡ് ലിസ്റ്റ് കാണുന്നിട്ട് ശേഷം ഞാൻ നേരെ വെയിറ്റിംഗ് VC കയറിയിരുന്നു. വെയിറ്റിംഗ് VC പറഞ്ഞാൽ ഒരു VC അവിടെ ഉണ്ടാവും. ആ VCയിൽ നിങ്ങൾ ജോയിൻ ആവുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ഇൻ്റർവ്യൂ കോളിംഗ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ അവർ VCയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അതിൽ ജസ്റ്റ് നോക്കുക. അതിൽ വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് ജോയിൻ, അല്ലെങ്കിൽ വെയിറ്റിംഗ് VC ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ജോയിൻ ആവുന്നതാണ്. അപ്പോൾ അഡ്മിൻസ് കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ VC നിങ്ങളെ അതിൻ്റെ അടിയിലുള്ള VCയിലോട്ട് വലിക്കും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കും. അതിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. അറിയാത്ത റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മൾ വൈൽഡ് ലിസ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പോയി കഴിഞ്ഞാൽ IP അഡ്രസ്സ് പറഞ്ഞൊരു സർവറുണ്ട്. ജസ്റ്റ് ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. IP അഡ്രസ്സ് പറഞ്ഞ സർവറുണ്ട്. ഹോം ടു പ്ലേ, അതിൻ്റെ അടിയിൽ IP അഡ്രസ്സ്, അതിൻ്റെ അടിയിൽ ഡൗൺലോഡ്സ്. അതിൽ IP അഡ്രസ്സ് എന്നുള്ള ചാനൽ എടുത്തതിൻ്റെ ശേഷം IP അഡ്രസ്സ് എന്ന ചാനൽ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം അവിടെ ഒരു IP അഡ്രസ്സ് പറഞ്ഞൊരു അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ സർവർ ഡൗൺ ആയതുകൊണ്ടാണ് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്കുന്നത്. അപ്പോൾ IP ചേഞ്ച് ആക്കാൻ. അപ്പോൾ നിങ്ങൾ സർവർ കയറി അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ഇതുണ്ടാവും, IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളെ സാമ്പിൾ വന്നിട്ട് IP അഡ്രസ്സ് അടിച്ച് ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സർവർ കണക്റ്റിങ് കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് നേരെ സർവറിലോട്ട് ജോയിൻ ആവും. എന്നിട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് പാസ്വേഡ് കൊടുക്കുക. ഓർമ്മയിലുണ്ടാവുന്ന ഈ പാസ്വേഡ് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി പാസ്വേഡ് എടുക്കാൻ വരും. അവിടെയും കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഓക്കെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈൻ്റെ ഒരു ഓപ്ഷൻ വരും. അവിടെ വലിയ ഒരു കോഡ് വരും. അപ്പോൾ എനിക്കവിടെ വന്നത് ഈ 2572 അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഓപ്പണായിട്ട് വരും. അപ്പോൾ അവിടെ -ലിങ്ക് DC പോയതിന് ശേഷം വെരിഫൈ ചാനൽ എത്തിയതിന് ശേഷം -ലിങ്ക് 2572 നിങ്ങളെ കോഡ് അടിക്കുക. അത് നിങ്ങൾക്ക് അവിടെ വരും വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നേരെ IG പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെരിഫൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. IG ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങളൊന്നും കൂടി കയറുക. മോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ആയിട്ടുണ്ടാവും. നിങ്ങൾ നേരെ ലോഡായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ IG കയറും. അത് നിങ്ങൾക്ക് കണക്റ്റിങ് കാണിക്കുന്നുണ്ട്. അതിന് IG കയറിയിട്ടുണ്ട്. അപ്പോൾ ലോഡിങ് വരും. അത് നമ്മൾ ഫുള്ളാവുന്നതിന് വെയിറ്റ് ചെയ്യാം. അത് ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം നേരെ നിങ്ങൾ പാസ്വേഡ് അടിക്കുക. നേരത്തെ അടിച്ചതേ പാസ്വേഡ് അടിക്കുക, ലോഗിൻ കൊടുക്കുക. അത് നിങ്ങൾക്ക് മെയിലും ഫീമെയിലും നിങ്ങൾ എന്താണ് കൊടുത്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ഏജ് ചോദിക്കുക. ഏജ് കാര്യങ്ങൾ കൊടുക്കുക. റിയൽ ഏജ് അല്ല IT ഏജ്. അത് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. മാൾ ഗാരേജ് വേണോ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ബീറ്റ് ഗാരേജിലാണോ ഫോൺ ആവേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ
എന്തായാലും നിങ്ങൾ ഇത് കൊടുക്കുക. നിങ്ങൾക്ക് റീച്ച് അയക്കാൻ ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് റീച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് റീച്ച് ഫോൺ ആവും. അതിന് നേരെ നിങ്ങൾ പോവുക. എന്നിട്ട് അതിലോ ECRP പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, പിന്നെ കാണിച്ചു തരാം. /ILO ECRP എന്ന് അടിക്കുക. അത് നിങ്ങൾക്ക് വരാൻ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വരും. ഒരു പേര് ഓപ്പൺ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 4 lakh ആണെന്ന് തോന്നുന്നു. 4 lakh ആണ് ക്യാഷും, അതുപോലെ തന്നെ ഒരു ബൈക്കും കിട്ടും. അപ്പോൾ നിങ്ങൾ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരിക. എന്നിട്ട് ഇവിടെ വെയിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളതിലുള്ള വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ കാണിക്കും. അതിൽ ആ ബൈക്ക് എടുക്കുക. എന്നിട്ട് അടിച്ചതിന് ശേഷം എൻജിൻ ഓൺ ആക്കുക. എന്നിട്ട് നേരെ ഒരു PBയുടെ ഭാഗത്തോട്ട് പോവുക. PBയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ലൊക്കേഷനിലോട്ട് വരിക. ഇവിടെ വന്നതിന് ശേഷം നേരെ ഈ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുക. ഷോപ്പിനുള്ളിലോട്ട് കയറിയതിന് ശേഷം അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിക്കുക. അതുപോലെ തന്നെ ഫോണ്, റേഡിയോ, പിന്നെ GPS എല്ലാം ഒന്ന് വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, MP3 പ്ലെയർ ആണെങ്കിൽ അതും വാങ്ങിക്കുക. പിന്നെ ഫിഷിംഗ് ബാറ്റും ഫിഷിംഗ് റോഡും അത് വേണമെന്ന് ജോബിൻ്റെ ആവശ്യത്തിനുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. പിന്നെ റിപ്പയർ കിറ്റും വേണം, കയ്യിലൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മാസ്ക് വാങ്ങിക്കാം. നിങ്ങൾ അത് ബാക്ക് അടിച്ചതിന് ശേഷം /SIM വാങ്ങിക്കണം ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ /SIM എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 SIM, എയർടെൽ, ജിയോ, VI ഉണ്ട്. ഞങ്ങൾക്കൊരു VI വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോൺ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. /phone എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഓപ്പൺ ആയിട്ട് വരും. എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻസ്റ്റഗ്രാമും, പിന്നെ അതുപോലെ തന്നെ GPay, അങ്ങനത്തെ എന്താ പറയുക, അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് ട്വിറ്റർ ചാറ്റ് ചെയ്യാൻ, പബ്ലിക് ചാറ്റായിട്ട് ചെയ്യാൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ALT അടിച്ചതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ റിപ്പോർട്ട്, ഇൻവെൻട്രി, ഷോ ID, GPS അങ്ങനെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പം പുതിയ വീഡിയോ നേരെ ബൈ.